മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിന്റെ വികസന സദസ്സിനിടെ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. ഉദ്ഘാടന സെഷന് ശേഷമാണ് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. ഇതോടെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കാണാൻ ആളില്ലാതായി. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, വിവരങ്ങൾ. ധന്യ, ഇന്നലെയാണ് ഈ പള്ളിക്കൽ പഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നത്. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം ജില്ലയിലെ UDF മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ തന്നെ വികസന സദസ്സ് നടക്കുന്നുണ്ട്. UDF സംസ്ഥാന തലത്തിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ പോലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും വികസന സദസ്സ് നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പള്ളിക്കൽ പഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നത്. എന്നാൽ ഈ വികസന സദസ്സ് പൊതുവെ ജനപങ്കാളിത്തം കുറവായിരുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, UDFന്റെ ജനപ്രതിനിധികളിൽ തന്നെ പലരും പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ജനപങ്കാളിത്തം പൊതുവെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന UDFന്റെ മുഴുവൻ ജനപ്രതിനിധികളും മുഴുവനും ആളുകളും ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോ പ്രദർശനം മറ്റു പരിപാടികളൊക്കെ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടി ആയപ്പോഴേക്കും ഒഴിഞ്ഞ കസേരയായി മാത്രമായി വിരലിലെണ്ണാവുന്ന ആളുകളും അതോടൊപ്പം തന്നെ LDFന്റെ ചില ഒന്നോ രണ്ടോ അംഗങ്ങളും അതോടൊപ്പം വിരലിലെണ്ണാവുന്ന ആളുകളും മാത്രമാകുന്ന ഒരു സാഹചര്യമായി പിന്നീട് മാറുകയായിരുന്നു. അതേസമയം പരിപാടി സംഘടിപ്പിച്ചത് UDF ഭരണസമിതി ആണെങ്കിൽ പോലും ഉദ്ഘാടന സെഷനും പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളും പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. സർക്കാരിന്റെ വികസന പരിപാടികളെ കുറിച്ച് പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികൾക്കോ ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഒഴിഞ്ഞ കസേരകളും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായി മാറുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിപാടി താൽക്കാലികമായി അങ്ങ് പൂർത്തിയാക്കി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്.